പെട്ടെന്ന് കുക്കിംഗ് പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് സമാധാനത്തോടെ ഇരിക്കാൻ ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. ഞാൻ ഇവിടെ എടുക്കുന്നത് വെള്ളരിക്കയാണ് കേട്ടോ. വെള്ളരിക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ സീഡ്സൊക്കെ കളഞ്ഞിട്ട് വൃത്തിയായി കഴുകിയതിന് ശേഷം ഇതേപോലെ ആദ്യം നീളത്തിൽ കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ഒരു ഒഴിച്ചുകറിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സവാളയും കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ സവാളയും കൂടെ കട്ട് ചെയ്തിടാം. ഞാനിവിടെ സവാള ലാസ്റ്റാണ് ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ വെള്ളരിക്ക കട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം നമുക്ക് അതിലോട്ട് പരിപ്പ് ഇട്ട് കൊടുക്കാം. പരിപ്പ് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എത്രയാണോ കറി വേണ്ടത് അതിനാവശ്യമുള്ള പരിപ്പാണ് ഇട്ടേക്കുന്നത്. പിന്നെ അതേപോലെ കുറച്ച് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ കടിക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ്, കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല, എരിവ് തട്ടിയിട്ട്. അപ്പോൾ നീളത്തിലാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. പിന്നെ തക്കാളി ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും തക്കാളി, അതായത് ഒരു തക്കാളി ഫുള്ളായിട്ട് ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഹാഫ് മതിയെങ്കിൽ അങ്ങനെ ഇടാം. നിങ്ങളുടെ കറിക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ഉള്ളത് അതിനനുസരിച്ച് ഇടാം. പിന്നെ 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 അല്ലിയാണ് ഇടുന്നത് കേട്ടോ. 2 പീസ് അത് മതിയാവും. പിന്നെ അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കറി എത്രയാണോ ചാറ് വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ വെള്ളം കൂടിപ്പോയിന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പേടിക്കാനൊന്നുമില്ല. അത് നമുക്ക് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇനി അതിലോട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, എരിവിന് വേണ്ടിയിട്ട്. അധികം എരിവ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന കറിയെല്ലാം നമ്മുടെ യെല്ലോ കളറിൽ നിൽക്കുന്ന കറിയാണ്, എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന ഐറ്റംസ്. കഷ്ണങ്ങൾ കണ്ടോ, ഇതേ സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെക്കാം, ഒരു സൈഡിൽ മാറ്റി വയ്ക്കാം. ഓക്കെ, അത് പെട്ടെന്ന് ഒരു വിസിൽ മതി. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പാനിൽ കടുക് പൊട്ടിച്ച്, മുളക് പൊട്ടിച്ച്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട്, പിന്നെ ഞാൻ കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ജീരകം, പെരുംജീരകമല്ല, നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇടാം, അല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. എന്നിട്ട് അത് നമ്മൾ കറി റെഡിയായി വരുമ്പോൾ, ഒരു വിസിൽ കഴിഞ്ഞ് അത് വെന്ത് വരുമ്പോൾ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്, താളിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടോ, കുറച്ച് നമ്മൾ ഈ കുക്കറിൽ ഒരു വിസിലല്ലേ അടിച്ചുള്ളൂ, അപ്പോൾ വെള്ളമൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വറ്റിക്കാം. അപ്പോഴേക്കും ഞാനിവിടെ പയറ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കറിയും പയറും മെഴുക്ക് പുരട്ടിയും അതേപോലെ ഗുരുവായൂരിൽ നിന്ന് ഞാൻ വാങ്ങിയ പപ്പടം ഉണ്ടായിരുന്നു, ഇതൊക്കെ കൂടി ചോറ് കഴിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അതേപോലെ തന്നെ സെറ്റ് ചെയ്ത കറിയൊക്കെ നമ്മുടെ സെറ്റായി വന്നു. സിമ്പിളാണ് കറി ഉണ്ടാക്കാനായിട്ട്. കാണുമ്പോൾ കളറൊന്നും ഇല്ലെങ്കിലും പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റ് കേട്ടോ. ഒഴിച്ച് കറിയുടെ ആ ഒരു ഇതും ചോറ് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. ഗുരുവായൂർ പപ്പടം കൂട്ടി കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. ടാറ്റാ.